Dear friends, this is Temple of Heaven. എന്നാൽ ഇത് സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. ചൈനയിലെ ബീജിങ്ങിലുള്ള ഒരു ചരിത്ര സ്മാരകമാണ്. നമ്മുടെ കെമിസ്ട്രിക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമെന്നായിരിക്കും അല്ലേ? നമ്മൾ ഇങ്ങനെ ചില ചിത്രങ്ങൾ കെമിസ്ട്രിയായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കുകയാണ്. എന്തിനെന്നല്ലേ? നിങ്ങൾ നോക്കൂ, ഈ ഒരു ഡെറിവേറ്റീവ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ദിസ് ഈസ് കോൾഡ് പിക്രിക് ആസിഡ്. ദിസ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഫീനോൾ. ഫീനോൾ carries 3 NO2 groups at the 2 ortho position and 1 para position. So with respect to phenol, OH group is at first position, first carbon, then the numbering is like this: 2, 3, 4, 5, 6. So the second, fourth and sixth position has trinitro group. So this is called 2,4,6 trinitrophenol. That is known as picric acid. It is highly acidic. Okay. Then another compound, and two other compounds which are also 2,4,6 derivatives. One is the derivative of phenol, that is a tribromo derivative of phenol and the tribromo derivative of aniline. അപ്പോൾ ഒരു 2ാം നില, 4ാം നില, 6ാം നില അല്ലേ? വിത്ത് റെസ്പെക്ട് ഇതൊരു ഗോപുരം, അതിൻ്റെ ഒരു 3 നില അല്ലെങ്കിൽ ഒരു 3 ലെവലിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് അത്ര നല്ലൊരു ഉപമയല്ലെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് ഈ ചിത്രവും കൂടെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഈ 3 ഡെറിവേറ്റീവിനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചിത്രം പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത് എന്തുകൊണ്ട് ഫീനോൾ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അനിലീൻ ഇങ്ങനെ. നിങ്ങൾക്കറിയാം, ബെൻസീൻ റിങ് എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് റിങ്ങാണ്. അതിന് സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ കൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. എന്നാൽ ചില സബ്സ്റ്റിറ്റ്യൂവൻസ്, ബെൻസീൻ റിങ്ങിൽ ചില സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു കഴിയുമ്പോൾ അത് ആ ബെൻസീൻ റിങ്ങിൻ്റെ റിയാക്ടിവിറ്റി കൂട്ടും. എവിടെയാണ് കൂട്ടുന്നത് നോക്കൂ. OH ഫീനോള് നമ്മൾ ബ്രോമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഉണ്ടാകുന്നത്. അപ്പം ബ്രോമിനേറ്റ് ചെയ്യുമ്പോൾ ഫീനോളിൻ്റെ OH ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത്? 2, 4, 6 പൊസിഷനിലാണ് ബ്രോമിനാറ്റത്തെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനിലീനും. ബ്രോമിനേഷൻ നടക്കുമ്പോൾ 2, 4, 6 പൊസിഷൻ, ഒരു ട്രൈ ബ്രോമോ, ഒരു 3 ലെവലിൽ അല്ലേ ബ്രോമിനെ അവിടെ അറ്റാച്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ 3 പൊസിഷൻ മാത്രം എടുക്കുന്നത്? എന്തുകൊണ്ട് 3 and 5 പൊസിഷൻസ് ബ്രോമിനാറ്റം എടുക്കുന്നില്ല? ഈ പിക്രിക് ആസിഡ് ഫോം ചെയ്തപ്പോഴും അതുപോലെയാണ്. നൈട്രോ ഗ്രൂപ്പാണ് വരുന്ന ഗ്രൂപ്പ്, നൈട്രേഷനാണ് നടത്തുന്നത്, അപ്പോഴും ഈ 2, 4, 6 പൊസിഷനാണ് എടുക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ഫീനോൾ ഇങ്ങനെ, എന്തുകൊണ്ട് അനിലീനും അങ്ങനെ തന്നെ. ഓക്കെ, സ്റ്റാർട്ട്. ഇതിനായിട്ട് നമുക്ക് ഫീനോളിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കണം. ഇവിടെ ഫീനോൾ ബെൻസീൻ റിങ്, അത് ഞാൻ ഈ ബോണ്ട് വരച്ചപ്പോൾ ആ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തിക്കൻ ചെയ്തതാണ്. നിങ്ങൾ ഒറ്റ ലൈൻ, സിംഗിൾ ലൈനിൽ വരച്ചാൽ മതി. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ 3 ബോണ്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളിത് കെക്യുലി സ്ട്രക്ചർ, അത് ലോക്കലൈസ്ഡ് ബോണ്ടായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ആക്ച്വലി ബെൻസീനിൽ ഇങ്ങനെ ഡബിൾ ബോണ്ട് ഫിക്സ്ഡ് അല്ല, അത് റൊട്ടേറ്റ് ചെയ്തിട്ട് മറ്റൊരു കെക്യുലി സ്ട്രക്ചർ, ഓൾട്ടർനേറ്റ് തിരിഞ്ഞ് ബോണ്ട്സ് വരുന്നൊരു സ്ട്രക്ചറാണ് ഉള്ളതെന്ന് അറിയാം. പക്ഷേ നമുക്ക് ഈ ഫീനോളിൻ്റെ ഈ ഒരു സ്വഭാവം, എന്തുകൊണ്ട് ഒരു ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ബോണ്ടിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഫീനോളിൽ നോക്കുക, OH ആണ്. ഓക്സിജൻ്റെ കേസിൽ ഓക്സിജൻ ഈസ് ഡൈവാലൻറ്റ്, സോ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിങ് ഓൺ വൺ സൈഡ് ആൻഡ് ടു ദി ഹൈഡ്രജൻ ഓൺ ദി അതർ സൈഡ്. ഈ ഒരു ബോണ്ടിങ്ങിൽ ഓക്സിജന് 2 ലോൺ പെയർ, അത് നമ്മൾ റെഡ് ഡോട്ട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, മൊത്തം 4 ഇലക്ട്രോൺ, 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ദെയർ അറ്റ് ദി ഓക്സിജൻ ആറ്റം.
അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ OH ഗ്രൂപ്പിന് അത് നമുക്ക് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസം അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു കാറ്റഗറിയാണ് മീസോമെറിക് ഇഫക്റ്റ്. ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുകയാണ്. അതായത് ഇവിടെ ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ ലോൺ പെയർ, അപ്പോൾ ഈ ലോൺ പെയർ ഒരു ആറ്റത്തിൽ നിന്ന് ലോൺ പെയർ അതിൻ്റെ തൊട്ടടുത്തുള്ള ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി ഈ ബോണ്ട് എന്താണ്, ആ ബോണ്ട് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആണ്. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഇപ്പം ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. സൈക്ലിക് കോൺജുഗേറ്റഡ് സിസ്റ്റം. ബെൻസീൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർബൺ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. അത് സൈക്ലിക് ആയിട്ടാണ് ബെൻസീനിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓക്സിജൻ ആറ്റത്തിൻ്റെ ലോൺ പെയർ, എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം ഈസ് ഷിഫ്റ്റഡ് ടു ദ നിയർ ബൈ ബോണ്ട് ആൻഡ് ദ ബോണ്ട് ഇസ് എ പാർട്ട് ഓഫ് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇവിടെ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുകയാണ്. ഓക്സിജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവിടേക്ക് ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് ഈ കാർബണിന് ബാലൻസിൽ കൂടും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഡബിൾ ബോണ്ട് വരുമ്പോൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകണം. അതുകൊണ്ട് അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നു. ഒരു ബോണ്ടിലെ ഇലക്ട്രോൺ, ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഷിഫ്റ്റഡ് ടു ആൻ ആറ്റം. ഈ കാർബൺ ആറ്റത്തിലേക്ക് മാറും. ഇപ്പോൾ രണ്ട് തരം ഷിഫ്റ്റാണുള്ളത്. ലോൺ പെയർ ഫ്രം ആൻ ആറ്റം ഈസ് ഷിഫ്റ്റഡ് ടു ദ നിയർ ബൈ ബോണ്ട് ആൻഡ് എ ബോണ്ട് പെയർ ഫ്രം എ ബോണ്ട് ഈസ് ഷിഫ്റ്റഡ് ടു എ നിയർ ബൈ ആറ്റം. ഈ രീതിയിലുള്ള ഷിഫ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അടുത്ത സ്ട്രക്ചറിൽ ഓക്സിജന് ഒരു ഡബിൾ ബോണ്ടായി. ഈ 2 ഇലക്ട്രോണിൽ നിന്ന് ഇപ്പം 1 ഇലക്ട്രോൺ മാത്രമേ ഈ ബോണ്ടിൽ ഓക്സിജൻ്റേതായിട്ടുള്ളൂ. 1 ഇലക്ട്രോൺ കാർബൺ കൊടുക്കുന്നതുകൊണ്ട് ഓക്സിജന് 1 ഇലക്ട്രോണിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഓക്സിജൻ അവിടെ പോസിറ്റീവ് ആകുന്നു. എന്നിട്ട് ഈ കാർബണും കൂടെ ഉപയോഗിച്ചിരുന്ന 2 ഇലക്ട്രോൺ ഫുള്ളായിട്ട് ഈ കാർബണിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ 1 ഇലക്ട്രോൺ ഈ കാർബണിൻ്റെ സ്വന്തമായിരുന്നു, മറ്റൊരു ഇലക്ട്രോൺ ഈ കാർബണിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ കാർബണിന് 1 ഇലക്ട്രോൺ അധികമായി വരുന്നുണ്ട്, അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ഇതിങ്ങനെ ആവുന്നില്ല. അടുത്ത കേസിൽ എന്താണ്, ഈ ഇലക്ട്രോൺ പെയർ ഈ ആറ്റത്തിൽ നിന്ന് അടുത്ത ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്സിജനിൽ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തതുപോലെ ഇവിടെ നിന്ന് ഈ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഈ ആരോ കൊടുക്കുന്നത് ഈ ആറ്റത്തിലുള്ള ഇലക്ട്രോണ് ബോണ്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പം എന്ത് പറ്റുന്നു, ഇവിടെ ഒരു ബോണ്ട് വരുമ്പോൾ ഈ ഇലക്ട്രോണിന് ഇവിടെ നിൽക്കാൻ പറ്റാതെയാവും. അത് അടുത്ത ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഷിഫ്റ്റ് അനുസരിച്ച് ഇവിടെയും ഒരു ഷിഫ്റ്റ് വരുന്നു. സോ ഹിയർ an electron pair from an atom is shifted to this bond. So here the bond pair, then electron pair from a bond is shifted to an atom. Okay, അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഡബിൾ ബോണ്ടായി കഴിഞ്ഞു. അപ്പം ഇവിടെ ഇലക്ട്രോണായി. പിന്നെയും അവിടെ നിൽക്കുന്നില്ല. ഈ ഇലക്ട്രോൺ വീണ്ടും ബോണ്ടിലേക്ക് പോവുകയും ഈ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺ ആറ്റത്തിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഓരോ ആറ്റത്തിന് അതിൻ്റെ ഒരു ഇലക്ട്രോണുമുണ്ട്. അധികമായി ഒരു ഇലക്ട്രോൺ വരുന്നത് അതിന് നെഗറ്റീവ് ചാർജായിട്ട് കൊടുക്കുകയാണ്. അപ്പോഴെല്ലാം ഈ ആറ്റമിന് ഇലക്ട്രോൺ ഇവിടെ എല്ലാം ഈ പൊസിഷനിലും അതായത് 2, 4, 6 ഈ 3 പൊസിഷനിലും ഒരു ഇലക്ട്രോൺ അധികം വരുന്നത് കൊണ്ട് അവിടെ ഓരോ നെഗറ്റീവ് ചാർജ് വരുന്ന സമയമെല്ലാം ഈ പോസിറ്റീവ് ചാർജ് ഹോൾഡ് ചെയ്യുന്നത് ഓക്സിജൻ ആറ്റമാണ്. അങ്ങനെ നമുക്ക് ഈ 3 സ്ട്രക്ചേഴ്സ്, ഇത് ആക്ച്വലി റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സാണ്. ഇതിൽ നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ ഈ 3 സ്ട്രക്ചേഴ്സും റെസൊണേറ്റ് ചെയ്യും. ഏറ്റവും അവസാനം എന്ത് സംഭവിക്കുന്നു, ഈ ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും തിരിച്ച് ഈ ബോണ്ടിൽ നിന്നുള്ള ഇലക്ട്രോൺ ഓക്സിജൻ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഓക്സിജൻ്റെ പോസിറ്റീവ് ചാർജ് അവിടെ മാറുന്നു. നമുക്ക് തുടക്കത്തിൽ എന്ത് ബോണ്ടായിരുന്നോ ഉണ്ടായിരുന്നത് ബെൻസീൻ റിങ്ങിൽ, അത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ സെക്കൻഡ് കെക്യുലി സ്ട്രക്ചറിലേക്ക് മാറുകയാണ്. അതിൻ്റെ പൊസിഷൻ ഒന്ന് ഓൾട്ടർ ചെയ്താണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടി ഒന്നും മാറിയിട്ടില്ല. ഇത് ഈ ഫീനോളിൽ വേറെ ഒരു റിയേജൻറ്റും ആവശ്യമില്ല. ഈ ഫീനോളിൽ സ്വന്തമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ മീസോമെറിക് ഇഫക്റ്റ്. സോ ബിക്കോസ് ഓഫ് ദ മീസോമെറിക് ഇഫക്റ്റ്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്,
ഒ എച്ച് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുവാണ്, ബെൻസിൻ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റിലീസ് ചെയ്യാണ്. അതുകൊണ്ട് ഫീനോളിന് പ്ലസ് എം ഇഫക്റ്റ്, പ്ലസ് മീസോമെറിക്, പോസിറ്റീവ് മീസോമെറിക് ഇഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റ് ചില ഗ്രൂപ്പുകളാണെങ്കിൽ ഇലക്ട്രോണിനെ ബെൻസിൻ റിങ്ങിൽ നിന്ന് അതിനടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും, അങ്ങ് പുള്ളി ചെയ്യും. അങ്ങനെയുള്ളതിനെ നമുക്ക് മൈനസ് എം ഇഫക്റ്റ് എന്നാണ് പറയുന്നത്, മൈനസ് എം ഇഫക്റ്റ്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഫീനോളിൻ്റെ പ്ലസ് എം ഇഫക്റ്റ് ഉള്ള ഫീനോളിക് OH ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. NH2 ആണെങ്കിലും ഇതേപോലെയാണ്, നൈട്രജൻ ഒരു ലോൺ പെയർ കാണും, അത് ഇതേപോലെ റിങ്ങിലേക്ക് കൊടുക്കും. സോ ഇത് സ്റ്റാർട്ടിംഗ് സ്ട്രക്ചർ, ഫൈനൽ സ്ട്രക്ചർ, ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി 3 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഇവിടെ 2 ബോണ്ട്, 1 നെഗറ്റീവ് 1 പോസിറ്റീവ്. ശ്രദ്ധിക്കണം, 2 ബോണ്ട്, ഓൾട്ടർനേറ്റ് ബോണ്ട്, 1 നെഗറ്റീവ് 1 പോസിറ്റീവ്. പിന്നെ ഇവിടെ 2 ബോണ്ട്, 1 പോസിറ്റീവ് 1 നെഗറ്റീവ്. പിന്നെ ഇവിടെ 2 ബോണ്ട്, 1 പോസിറ്റീവ് 1 നെഗറ്റീവ്. അപ്പോൾ 2 ബോണ്ടും, ബെൻസിൻ റിങ്ങിൽ 2 ബോണ്ടും 1 നെഗറ്റീവ് ചാർജും, ഓക്സിജൻ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജസും, ഇങ്ങനെയുള്ള സ്ട്രക്ചർ. അപ്പോൾ ഇത് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോണ്ടും ഇലക്ട്രോണും എല്ലാം എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ആ നെഗറ്റീവ് ചാർജിൻ്റെയും ബോണ്ടിൻ്റെയും ഒക്കെ പൊസിഷൻ ഒന്ന് മാറി വരികയാണ്. ഇങ്ങനെ ഒന്നിലധികം സ്ട്രക്ചേഴ്സ് ആണ് റിയൽ സ്ട്രക്ചറിലേക്ക് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റെബിലൈസേഷൻ വരികയാണ്. അപ്പം ഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് മറ്റേതെങ്കിലും റിയേജൻറ്റ് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി അതൊരു റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചറാണ്. അതായത് ഓക്സിജൻ ആറ്റം, നമുക്ക് എപ്പോഴും അറിയാം ഓക്സിജൻ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അത് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആയതുകൊണ്ട് നമ്മൾ പൊതുവേ പഠിച്ചിരിക്കുന്നത് ഓക്സിജൻ എപ്പോഴും ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് പുള്ള് ചെയ്യുമെന്നാണ്. പുള്ള് ചെയ്തിട്ട് ഓക്സിജൻ നെഗറ്റീവ് ആകുന്നതാണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ലോൺ പെയർ അത് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ആറ്റത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആറ്റം ആയതുകൊണ്ട് ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഈ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റത്തിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോൺ പെയറിനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് കടം കൊടുക്കുകയാണ് ഓക്സിജൻ. ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു ഡീലോക്കലൈസേഷൻ വന്നിട്ട് ഈ റിങ്ങിനെ ഒന്നും കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. സ്റ്റെബിലൈസേഷൻ മാത്രമല്ല ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. കാരണം എന്താണ്, ഈ പൊസിഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 പൊസിഷൻ, 2nd പൊസിഷൻ, 3rd ഇല്ല, 4th പൊസിഷൻ, 5 ഇല്ല, 6th പൊസിഷൻ. സോ 2, 4, 6 പൊസിഷനിലാണ്. 2 പൊസിഷനിൽ നെഗറ്റീവ് ചാർജ്, 4th പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ആൻഡ് 6th പൊസിഷനിൽ നെഗറ്റീവ് ചാർജ്. ഇങ്ങനെ 2, 4, 6 പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് വരും. അതാണ് ഫീനോൾ ഈ ബെൻസിൻ റിങ്ങിന് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, സ്വതവേ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു ആരോമാറ്റിക് ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന ബെൻസിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യുകയാണ്, ഒന്ന് ലഘൂകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് ഒന്ന് കുറയ്ക്കുകയാണ്, സോഫ്റ്റൻ ചെയ്യുകയാണ് നമ്മുടെ OH ഗ്രൂപ്പ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ആരെങ്കിലും പോസിറ്റീവ്ലി ചാർജ്, നമ്മൾ അതിനെ പറയും പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസിനെ നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്നാണ് പറയുന്നത്, ഇലക്ട്രോഫൈൽസ്. അപ്പം ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ സീക്കിങ്, ഇലക്ട്രോൺ ലവിങ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺ തേടി നടക്കുന്ന ചില പോസിറ്റീവ് സ്പീഷീസ്, ഇലക്ട്രോണിനെ തേടി നടക്കുന്ന പോസിറ്റീവ് സ്പീഷീസ്, അതാണ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോഫൈൽസ് വരുമ്പം എന്ത് സംഭവിക്കുന്നു, ആ ഇലക്ട്രോഫൈൽ നെഗറ്റീവ് സെൻറ്ററാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 3 നെഗറ്റീവ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ നെഗറ്റീവ് ചാർജിൻ്റെ അക്യൂമുലേഷൻ ഈ സെൻറ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോഫൈൽസ് കൂട്ടത്തോടെ ആ നെഗറ്റീവ് സെൻറ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. സോ the OH group actually activates the benzene ring. Okay, the term is activation, activates അല്ലേ. അതേസമയം ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ആക്ടിവേഷൻ ഇല്ലാതാക്കുകയാണ്, കുറയ്ക്കുകയാണ്, അതിനെ ആക്ടിവേഷൻ എന്ന് പറയും. നൈട്രോ ഗ്രൂപ്പ് ആണെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, നൈട്രോ ഗ്രൂപ്പ് ആണെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീനോൾ ചെയ്യുന്നത് ആക്ടിവേറ്റ് ചെയ്യാണ്. മാത്രമല്ല ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഫീനോൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഡയറക്ട്സ് ദി ഇൻകമ്മിങ് ഇലക്ട്രോഫൈൽ ടു ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ.
ഈ വരുന്ന ഇലക്ട്രോഫൈലിനെ അത് ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ പാര ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ, ഫീനോളിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഓർത്തോ പൊസിഷനിലും ദീസ് ടു ആർ ദ ഓർത്തോ പൊസിഷൻസ് ആൻഡ് ദിസ് പാരാ പൊസിഷൻ. രണ്ട് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലേക്കുമാണ് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഫീനോൾ ഈസ് കോൾഡ് ആൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഈ ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ടിവേറ്റിംഗ്, അല്ലേ? അങ്ങനെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനെ ആക്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യുവൻസിന്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യുവൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നെഗറ്റീവ് സെൻറ്റേഴ്സ് ആയതുകൊണ്ട് പോസിറ്റീവ് സ്പീഷീസിന് മാത്രമേ അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നാം നോക്കുന്നത് ഈ ഫീനോള് ഓർത്തോയിലും പാരയിലും എങ്ങനെയാണ് ഈ ഇലക്ട്രോഫൈലിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റാണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും. പക്ഷേ ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഇലക്ട്രോഫൈൽ അവിടെ വന്നു. ഇത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇങ്ങനെ ഇരിക്കുന്ന മോളിക്യൂളിലേക്ക് ഇലക്ട്രോഫൈൽ വന്നാൽ ഈ 3 പൊസിഷനും റെഡിയാണ് ഫോർ അക്സെപ്റ്റിംഗ് ദ ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രോഫൈൽ അഥവാ ഓർത്തോ പൊസിഷനിൽ വന്നാൽ എന്ത് സംഭവിക്കും. അപ്പം 2 ഓർത്തോ പൊസിഷനിൽ വരുമ്പോഴും ഒരേപോലത്തെ ഇഫക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഓർത്തോ പൊസിഷൻ്റെ അറ്റാക്ക് കാണിക്കുന്നു. അതുപോലെ പാരയിൽ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ മെക്കാനിസം അറിഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സും എഴുതണമെന്നില്ല, നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതേപോലെ ഓക്സിജൻ്റെ ലോൺ പെയർ ഉണ്ട്, അതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇലക്ട്രോഫൈൽ ഈ പ്ലസ് ഓർത്തോ പൊസിഷനിലാണ് വരേണ്ടതെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ് കൊണ്ട് ഇവിടേക്ക് ഡബിൾ ബോണ്ട് വരും. ഈ ബോണ്ട് ആറ്റത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ബോണ്ടഡ് ഇലക്ട്രോൺ ആറ്റത്തിലേക്ക് വരുന്നു. നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ബോണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കാർബണിൻ്റെയും, അതായത് ഒന്ന് ഫസ്റ്റ് കാർബണിൻ്റെയും ഒന്ന് സെക്കൻഡ് കാർബണിൻ്റെയാണ്. അത് രണ്ടും കൂടെ സെക്കൻഡ് കാർബണിലേക്ക് വരുമ്പം സെക്കൻഡ് കാർബണിന് അതിൻ്റെ ഇലക്ട്രോൺ ഉണ്ട് പ്ലസ് ഫസ്റ്റ് കാർബണിൻ്റെ ഇലക്ട്രോൺ കൂടെ കിട്ടിയേക്കുവാണ്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലസിനെ അതിനവിടെ അറ്റാച്ച് ചെയ്യാം. ഈ പ്ലസ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൈഡ്രജൻ അങ്ങ് അലേർട്ട് ആവുന്നത്. എന്ത് സംഭവിക്കുന്നു? ഓഹോ, ഇങ്ങനെ ഈ പ്ലസിനെ ഇവിടെ അറ്റാച്ച് ചെയ്തോ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ തലപൊക്കുകയാണ്. നമ്മളിവിടെ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി അവിടെ അതുണ്ട്, സൈലൻ്റായിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്ലസ് വന്നപ്പോൾ അവിടെ ഹൈഡ്രജൻ ഒന്ന് തലപൊക്കി. അങ്ങനെ രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും ഹൈഡ്രജന് സ്വന്തമായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജന് പ്ലസ്സായിട്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാൻ റെഡിയാണ്, പോസിറ്റീവായിട്ട് പോകാൻ റെഡിയാണ് ഹൈഡ്രജൻ, അല്ലേ? അതുകൊണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? H+ ആ ഇലക്ട്രോണിനെ ഇങ്ങ് കൊടുത്തേച്ച് അതങ്ങ് പോവുക. ഇപ്പം നേരത്തെ ഹൈഡ്രജൻ ഇരുന്ന സീറ്റിൽ ഇപ്പം ഇലക്ട്രോഫൈലിനെ ഇരുത്തിയിട്ട് ഹൈഡ്രജൻ അങ്ങ് പൊക്കളയുകയാണ്. അപ്പം പിന്നെ ഈ ഇലക്ട്രോൺ തിരിച്ച് ഈ ബോണ്ടിലേക്കോട്ട് വന്ന്, സോ അവിടെ ഡബിൾ ബോണ്ട്, ആദ്യത്തെ പോലെ ഡബിൾ ബോണ്ട് അങ്ങ് വന്നു. എന്നിട്ട് നമുക്ക് H ഇരുന്ന സ്ഥലത്ത് E കാണിച്ചു. ബാക്കിയുള്ള H ഒക്കെ ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കും. അവരിനി വേറൊരു ഇലക്ട്രോഫൈൽ അവിടോട്ടൊക്കെ വരുമ്പോഴാണ് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തല പൊക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നമുക്ക് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തത് ഇതുപോലെ പാരാപൊസിഷനിലും സെയിം ഇഫക്റ്റാണ്. പക്ഷേ പാരാപൊസിഷനിൽ നമുക്ക് ഇലക്ട്രോൺ ഈ ഓക്സിജനിൽ നിന്നാണല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോണിൽ, അപ്പോൾ നമുക്ക് പാരയിൽ ഇലക്ട്രോൺ കൊണ്ടുവരണം. അതുകൊണ്ട് 2 തരത്തിൽ ഷിഫ്റ്റ് കൊടുത്തേക്കാണ്. അങ്ങനെ പാരാപൊസിഷനിൽ 2 ഇലക്ട്രോൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി E+ ഓടി വന്ന് അവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോഴാണ് അവിടുത്തെ ഹൈഡ്രജൻ അലേർട്ട് ആവുന്നത്. സോ ഹൈഡ്രജൻ ആദ്യം രണ്ടുപേരും കൂടെ ഒന്ന് പരസ്പരം ഒന്ന് ആലോചിക്കുകയാണ്, Eയും Hഉം ഒന്ന് നോക്കിയിട്ട് ഞാൻ പോകണോ നീ പോകണോ എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതായത് ഒരു ബ്രോമിനേഷനോ നൈട്രേഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോഫൈലിനെ അറ്റാച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് സോൾവെൻസും മീഡിയയും എല്ലാം നിൽക്കുന്നതെങ്കിൽ പിന്നെ അതല്ലേ നടക്കാൻ പറ്റൂ. അതുകൊണ്ട് ഹൈഡ്രജൻ തൽക്കാലം വിടവാങ്ങുന്നു വിത്ത് പോസിറ്റീവ് ചാർജ്. അത് പോസിറ്റീവായിട്ട് തന്നെ ഇവിടുന്ന് റിലീവ് ചെയ്യുകയും അവിടെ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർത്തോയിൽ എങ്ങനെ ഓർത്തോ പൊസിഷനിലെ അറ്റാച്ച്മെൻറ്റ് ഇലക്ട്രോഫൈൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു, അതുപോലെ പാരാ പൊസിഷനിൽ എങ്ങനെ ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടത് ട്രൈബ്രോമോ ഡെറിവേറ്റീവിൽ ഇതേപോലെ തന്നെ ബിക്കോസ് ഓഫ് ദി ഹൈ ആക്ടിവേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് OH plus some effect of OH,
the 3 positions are activated, and at a time the 3 electrophile molecules are attached to the 2, 4 and 6 positions, and you get the tri-bromo derivative or tri-nitro derivative. Whatever may be the electrophilic substitution reaction, you get the corresponding tri-substituted derivative. Altogether there will be then 4 substituents, okay, at a time. OH പിന്നെ ഇവിടെ 3 സബ്സ്റ്റിറ്റ്യൂവൻസ്, അങ്ങനെ 4 സബ്സ്റ്റിറ്റ്യൂഷനുള്ള ഒരു ബെൻസ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സാധ്യമാകുന്നത് ട്രൈനൈട്രോഫീനോൾ പിക്രിക് ആസിഡിൻ്റെ കേസിലാണ്. അതുപോലെ ട്രൈബ്രോമോഫീനോൾ ആസ് വെൽ ആസ് ട്രൈബ്രോമോ അനിലിൻ ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ റിയാക്ഷനെ മനസ്സിലാക്കാം. ഇലക്ട്രോഫിലിക്സ് ഇതേ തന്നെയാണ് എല്ലായിടവും. ഇനി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പം ഇതുപോലെ. ഇതിനകത്ത് ഒരു പോയിൻറ്റും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നൈട്രോ ഗ്രൂപ്പ് പോലെ ഒരു ബെൻസിൻ റിങ്ങിനകത്ത് നൈട്രോ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ നൈട്രജൻ ഓക്സിജൻ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഓക്സിജൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ നമുക്ക് ഇത് റിങ്ങായിട്ടല്ല ബോണ്ടായിട്ട് കാണിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിനെ നൈട്രജനായിട്ട് ഈ ബോണ്ട് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോഴും എല്ലാം സഹിക്കേണ്ടത്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സഹിക്കേണ്ടതെല്ലാം ഓർത്തോ പാരാ പൊസിഷൻ. നമ്മൾ പറയത്തില്ലേ, എന്തൊക്കെ വന്നാലും അവർ അതിനെ മാത്രമേ അഫക്റ്റ് ചെയ്തുള്ളൂ, മറ്റുള്ള നല്ലത് വന്നാലും ചീത്ത വന്നാലും അവർക്കാണ്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോൺ റിച്ച് ആയാലും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയാലും അത് നമ്മുടെ 2 പാവം ഓർത്തോ പൊസിഷനും ഒരു പാരാ പൊസിഷനുമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി എന്താണ് തമ്മിൽ ഭേദം എന്ന് പറയുന്ന പോലെ നമ്മുടെ മെറ്റാ പൊസിഷൻസ് ഒന്ന് ഉയരും ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ. സോ കമ്പാരിറ്റീവ്ലി ദ മെറ്റാ പൊസിഷൻ ബിക്കംസ് മോർ ഇലക്ട്രോൺ റിച്ച്. ശരിക്കും അവിടെ കൂടുന്നില്ല, പോസിറ്റീവ് ചാർജ് വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ പോസിറ്റീവ് ചാർജ് ഇല്ല എന്നുള്ളത് കൊണ്ട് മെറ്റാ പൊസിഷൻ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ പോയിൻറ്റ്സ് ആവും. അതുകൊണ്ട് നൈട്രോ ഗ്രൂപ്പ് എന്താ ചെയ്യുക? മെറ്റാ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നൈട്രോ ബെൻസീനെ നിങ്ങൾ നൈട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മെറ്റാ ഡൈനൈട്രോ ബെൻസീനായിരിക്കും കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് നൈട്രോ. അപ്പോൾ ഇതെന്താണ്? -m ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. നൈട്രോ ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഹാവിങ് -m ഇഫക്റ്റ്. -m ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് വന്നാണെങ്കിൽ അത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസ് വരുമ്പോഴാണ്. പോസിറ്റീവ് ചാർജിനാണല്ലോ നെഗറ്റീവ് സെൻറ്റർ വേണ്ടത്. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് എന്ന് പറയുന്നത് മെറ്റാ പൊസിഷനാണ്. ഫിനോളിൻ്റെ കേസിൽ അത് ഇലക്ട്രോൺ റിച്ചാണ്. ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഇലക്ട്രോൺ റിച്ചാണ്. അതുകൊണ്ട് readily E+ comes to that points. In the case of nitro group, total electron density of the benzene ring decreases. അപ്പോൾ ഈ കമ്പാരിറ്റീവ്ലി ഓർത്തോ പാരാ പൊസിഷനെ അപേക്ഷിച്ച് മെറ്റയ്ക്ക് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് നൈട്രോ ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ഈ മെറ്റാ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഈ നൈട്രോ ഗ്രൂപ്പിന് നമുക്ക് നൈട്രേഷൻ അല്ല മറ്റേത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താലും വരുന്ന ഇലക്ട്രോഫൈൽ മെറ്റാ പൊസിഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോ NO2 ഗ്രൂപ്പ് ഈസ് കോൾഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് OH ഗ്രൂപ്പ് ആൻഡ് NH2 ഗ്രൂപ്പ് ആർ കോൾഡ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് എഴുതി മനസ്സിലാക്കണം. ആ ഡയഗ്രാമൊക്കെ ഒന്ന് എഴുതി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ഈ വീഡിയോ പല തവണ ആവർത്തിച്ച് കാണുകയും നോട്ട്സ് എഴുതി വയ്ക്കുകയും തനിയെ എഴുതി നോക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
Okay, thank you. Wish you all the best.